ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ചെറിയൊരു ദൈവവചന ചിന്തയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് ചിന്തിപ്പാനായി ആഗ്രഹിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം ആദ്യസഭയായ എഫെസോസ് സഭയോട് പറയുന്ന വാക്കുകളാണ് നാം വായിച്ചത്. ഇതിൻ്റെ പ്രാരംഭത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. എഫെസോസ് സഭയെക്കുറിച്ച് ദൈവം പറയുന്ന ചില കാര്യങ്ങൾ നാം പ്രാരംഭത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്. ഞാൻ നിൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എഫെസോസ് സഭയുടെ ചില ഗുണങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. നിൻ്റെ സഹിഷ്ണുത, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. നീ തളർന്നു പോകാതിരുന്നത്, അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞ അവരെ കള്ളന്മാരെന്ന് കണ്ടെത്തിയത്, അതെല്ലാം എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും എല്ലാം ദൈവം അറിയുകയാണ്. പ്രത്യേകിച്ച് എഫെസോസ് സഭയുടെ സഹിഷ്ണുതയെക്കുറിച്ച് 2 പ്രാവശ്യം ഇതിൽ പറയുന്നുണ്ട്. സഹിച്ചുകൂടാത്ത സാഹചര്യങ്ങളിൽ പോലും ദൈവത്തിൻ്റെ നാമം നിമിത്തം സഹിച്ചതുമെല്ലാം ദൈവം എടുത്തു പറഞ്ഞിരിക്കുന്നു. എന്നാൽ 4-ാം വാക്യത്തിൽ ഇപ്രകാരമാണ്, എങ്കിലും ഇത്രത്തോളം ഗുണങ്ങളെല്ലാം ഈ സഭയ്ക്കുണ്ടെങ്കിലും ഒരു കുറവിനെ കുറിച്ച് പറയുക. നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ആദ്യ സ്നേഹം. പ്രിയമുള്ളവരെ, നമുക്കറിയാം മനുഷ്യകുലത്തിൽ നിലനിൽക്കണമെങ്കിൽ സ്നേഹം കൂടിയേ തീരുള്ളൂ. സ്നേഹം, ദൈവം സ്നേഹമാകുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നുവെന്ന് നാം ദൈവജനത്തിൽ വായിക്കുന്നു. ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ നിലനിൽക്കണമെങ്കിൽ അവർക്ക് കുടുംബമാണ്. കുടുംബസ്ഥരായി, മക്കളായി, അങ്ങനെ മനുഷ്യവർഗം നിലനിന്ന് പോവുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാഥമികമായിട്ട് ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ളതാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ, മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള സ്നേഹം, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹം, അതുപോലെ തന്നെ കൂട്ടുവിശ്വാസികളുമായിട്ടുള്ള സ്നേഹം, സമൂഹത്തിലെ മറ്റ് ജീവികളുമായി നമുക്കുണ്ടാകുന്ന സ്നേഹം, അല്ലെങ്കിൽ മറ്റ് മനുഷ്യരുമായി നമുക്കുണ്ടാകുന്ന സ്നേഹം, അതെല്ലാം നമുക്കറിയാം. എന്നാൽ ഈ സ്നേഹം എല്ലാം നിലനിർത്തി പോകുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ എഫെസോസിനോട് ദൈവം പറയുക, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിഞ്ഞ് അവരുടെ ആദ്യ നാളുകൾ വളരെയധികം മനോഹരവും ദൃഢവും ഊഷ്മളവുമായിട്ടുള്ള ബന്ധത്തിലൂടെ അവർ കടന്നു പോവുകയാണ്. വലിയ സ്നേഹമായിരിക്കും. എന്നാൽ ക്രമേണ അത് മുന്നോട്ട് പോകുമ്പോൾ പല ബന്ധങ്ങളിലും ആദ്യകാലങ്ങളിലുണ്ടായിരുന്ന ആ സ്നേഹത്തിൻ്റെ കുറവ് ഗണ്യമായി കുറഞ്ഞു പോകുന്നതായിട്ട് കാണുവാൻ ഇടയാകുന്നു. പല മേഖലകളിലും പരാതികൾ, പരിഭവങ്ങൾ, പഴയ നാളുകളിൽ പോലെ എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ കെയർ ചെയ്യുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെയുള്ള ചില പരാതികളും വിഷമങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ദൈവം വിവാഹബന്ധത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. ദൈവമാണ് കുടുംബമെന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കിയതെങ്കിൽ അതിനെ മനുഷ്യനായിട്ട് അത് വേർപിരിക്കരുത്. മരണത്താൽ അല്ലാതെ അവർ വേർപിരിഞ്ഞ് പോകരുത് എന്നാണ് ദൈവം ഓരോ കുടുംബത്തെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആ കുടുംബ ബന്ധം ഭദ്രമായിട്ട് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഭാര്യ ഭർത്താക്കന്മാരുടെ ചുമതലയാണ്. അവരൊരു മാതൃകാ ദമ്പതികളായി, മാതൃകാ കുടുംബമായിട്ട്, ആ ദേശത്തിൻ്റെ വിളക്കായിട്ട് ശോഭിക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആ ആദ്യ സ്നേഹം എന്നും ഉണ്ടാകണം. സ്നേഹവും ഐക്യതയും ഒരുമയും വിശ്വാസവും എല്ലാം കാത്തു സൂക്ഷിച്ച്
വളരെ മനോഹരമായി സന്തോഷകരമായ ഒരു ക്രിസ്തീയ ജീവിതം ദൈവവചനപ്രകാരം നയിച്ചാൽ മാത്രമേ അവർക്ക് ദേശത്ത് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഓരോ ദേശവാസികളെയും നമ്മൾ ഒരു വിശ്വാസ കുടുംബത്തെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. അതിനാൽ ഇന്നത്തെ ലോകത്തിലെ ഓരോ കുടുംബങ്ങളെയും പോലെ വിവാഹമോചനം, പുനർവിവാഹം, അങ്ങനെ ഒരു പരമ്പര പോലെ വിവാഹത്തെ കൊണ്ടുപോകാതെ, ഇതൊക്കെ സർവ്വസാധാരണമായി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലോക മനുഷ്യരെ പോലെ നാം ആയിത്തീരരുത്. നമ്മുടെ കുടുംബജീവിതം ഭദ്രമായിട്ട് ഏക ഭാര്യ ഭർത്തൃബന്ധത്തിൽ നിലനിർത്തി ദൈവസന്നിധിയിൽ ഒരു മാതൃകാ ദമ്പതികളായി, വിശ്വസ്ത ദൈവിക സാക്ഷികളായി, മറ്റുള്ളവർക്ക് ഒന്നും കുറവുകളൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഒരു കുടുംബജീവിതം നയിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാൽ വിവാഹമോചനം ഒന്നിനും ഒരു പരിഹാരമല്ല. ദൈവം ആഗ്രഹിക്കുന്ന എന്താ? ആദ്യ നാടുകളിലെ പോലെ ആ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ള ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ എഫെസോസിനോട് പറയുന്നു, എഫെസോസ് സഭയോട് പറയുക, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. ആദ്യ നാളുകളിൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ നാളുകളിലൊക്കെ നാം ദൈവത്തെ അറിയാതെ ഇരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് ഈ ലോകത്തിൻ്റെ മുഖങ്ങളിലൂടെ വിരിഞ്ഞോടി നാം നടന്നു. എന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം ആദ്യ നാളുകളിൽ നാം കർത്താവിനോട് ഏറ്റവും അടുത്ത് ദൈവത്തെ ആരാധിക്കുന്നതിലും ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവനാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനൊക്കെ വളരെ ശുഷ്കാന്തിയോടെ, വളരെ തീക്ഷ്ണതയോടെ, വളരെ സ്നേഹത്തോടെ, വളരെ വിശ്വാസത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന നിമിഷങ്ങളായിരുന്നു അത്. എൻ്റെ ചെറുപ്പകാലഘട്ടങ്ങളിലെല്ലാം ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കാൻ വേണ്ടി പുഴ കടന്ന് മല കയറി നടന്ന് വളരെയധികം കഷ്ടം സഹിച്ച് കിലോമീറ്ററോളം നടന്നിട്ട് ദൈവസന്നിധിയിൽ കടന്നു പോകാനും ദൈവവചനം പഠിക്കുവാനും ദൈവത്തെ ആരാധിക്കുവാനും സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളാൽ ആവോളം അധ്വാനിക്കാനും എല്ലാം ദൈവം സഹായിച്ചിട്ടുണ്ട്. എന്നാൽ പോകെ കാലങ്ങളുടെ പുരോഗതിയിൽ കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ആ ഒരു ആദ്യ സ്നേഹം, ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ ബന്ധത്തിൽ ഒരു ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ എത്രത്തോളം കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും നമ്മെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഇവിടെ നാം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ഒരു ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. എഫെസോസിനോട് പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിങ്ങളെക്കുറിച്ച് എനിക്ക് പറവാനുണ്ട്. പിന്നെയോ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നൊരു ബുദ്ധി കൂടി ദൈവം എഫെസോസ് സഭയ്ക്ക് നൽകുകയാണ്. എഫെസോസ് സഭയ്ക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ നാമ നിമിത്തം വളരെ സഹിഷ്ണുതയുള്ള വളരെയധികം കഷ്ടങ്ങൾ സഹിച്ച ഒരു സഭയാണെങ്കിലും, സഹിഷ്ണുതയുള്ള സഭയാണെങ്കിലും, അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ട സഭയാണെങ്കിൽ തന്നെയും അവർക്കുള്ളൊരു കുറവെന്താണ്? അവരുടെ ആദ്യ സ്നേഹം അവർ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ദൈവവുമായിട്ടുള്ള ആ ആദ്യ സ്നേഹത്തിൽ, ആദ്യ കൂട്ടായ്മയിൽ ദൈവത്തോടുള്ള നമ്മുടെ ആ തീഷ്ണതയ്ക്കൊക്കെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ നാം എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചത്? ആ വീഴ്ച ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ് എഫെസോസിനോട് ദൈവം പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതവും ഒന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ നാളുകളിൽ പോലെ ദൈവത്തോട് ആ സ്നേഹബന്ധത്തെ നിലനിൽക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പഴയ വിശ്വാസത്തിലാണ് നാം ആയിരിക്കുന്നത്. പണ്ടുകാലങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന അതേ വിശ്വാസവും തീഷ്ണതയും അതേ ദൈവത്തോടുള്ള സ്നേഹവും നമുക്കുണ്ടോ? ദൈവവചനം ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ദൈവവചനം നാം അനുസരിക്കണം എന്നുണ്ടെങ്കിൽ നാം ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ മരണം വരെയും തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു, തന്നെപ്പോലെ തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. കർത്താവ് ഇപ്രകാരമാണ് പറയുന്നത്. കർത്താവ് പിതാവ് ദൈവത്തോട് പറയുന്നു, അങ്ങ് നൽകിയ ഈ ശിഷ്യന്മാരെ ഞാൻ എൻ്റെ മരണം വരെയും സ്നേഹിച്ചു. അതുപോലെ തന്നെ ദൈവം പറയുന്നു, അവർ ഒരുപക്ഷെ യേശുവിനെ ഒറ്റിക്കൊടുത്തവരായിരിക്കാം, യേശുവിൻ്റെ കഷ്ടത്തിൽ കൂടെ നിൽക്കാതെ ഓടിപ്പോയവർ, ചിതറിപ്പോയവർ ആയിരിക്കാം. എന്നാൽ കർത്താവ് പറയുന്നു, അവരെൻ്റെ കഷ്ടങ്ങളിൽ എന്നോട് കൂടെ നിന്നവർ എന്നാണ്. അങ്ങനെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിച്ചു. അതോടൊപ്പം യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുകയാണ്. മത്തായി 28:20 വാക്യത്തിലാണ്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും
നിങ്ങളോട് കൂടെയുണ്ട്, എന്നും കൂടെയുണ്ട് എന്ന് ഒരു വാഗ്ദത്തം ദൈവം നൽകുകയാണ്. വിട്ടുമാറാത്ത ദൈവത്തിൻ്റെ സ്നേഹമാണത്. യോഹന്നാൻ 3:16 വാക്യത്തിൽ പ്രകാരമാണ് നാം വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പാപത്തിൽ നിറഞ്ഞ മനുഷ്യനെ ദൈവം തൻ്റെ ഏകജാതന പുത്രനെ നൽകിയത് മൂലം ഈ ലോകത്തോടുള്ള തൻ്റെ സ്നേഹത്തെയാണ് പ്രദർശിപ്പിക്കുന്നത്. കാലവരെ തൻ്റെ പുത്രൻ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ആ കർത്താവ് യേശു ക്രിസ്തുവിനെ പിതാവാൻ ദൈവം നൽകിയതിലൂടെ ദൈവം ലോകത്തെ സ്നേഹിച്ചു, ലോകത്തിലുള്ള സകല മാനവ കുലത്തെയും സകല മനുഷ്യരെയും സ്നേഹിച്ചു എന്നുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് കാൽവരി ക്രൂശിൽ തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ ആദ്യ സ്നേഹത്തിൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് തുടരാൻ കഴിയുന്നത്. ദൈവത്തെ ആരാധിക്കുന്നതിൽ, ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നതിൽ, പ്രാർത്ഥിക്കുന്നതിൽ, ദൈവവചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതിൽ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന കാര്യങ്ങളിൽ, മനോഹരമായ രീതിയിൽ, മാതൃകപരമായ രീതിയിൽ നമ്മുടെ കുടുംബജീവിതം നയിക്കുന്ന കാര്യങ്ങളിലൊക്കെ നാം വളരെ ഒരു പോസിറ്റീവായി വളരെ മനോഹരമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. അല്ല, എഫെസോസ് സഭയോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളൊരു കുറ്റമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ച് പറയാനുള്ളത്. എങ്കിൽ നിങ്ങൾ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നാം എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചത്, എന്താണ് നാം വിട്ടുകളഞ്ഞിട്ടുള്ളത്, അത് നാം മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ ആ കുറവുകളെ, വീണുപോയ സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ആ കുറവുകളെ നികത്തിക്കൊണ്ട് പഴയ കാലങ്ങളിൽ ദൈവത്തോട് എത്രത്തോളം അടുത്ത് നാം സ്നേഹത്തോടെ ദൈവവുമായി ബന്ധം പുലർത്തിയോ അതേ അഭേദ്യമായ ബന്ധം നിലനിർത്തി ഒരിക്കൽ കൂടി നമ്മുടെ വിശ്വാസത്തോട്, വീര്യത്തോട്, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും ഭക്തിയും എല്ലാം കൂട്ടിക്കൊണ്ട് ദൈവത്തിന് ഏറ്റവും പ്രയോജനമുള്ള ദൈവമക്കളായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു പോകുന്ന ഏതെങ്കിലും ദൈവമക്കൾ, ഏതെങ്കിലും കുടുംബങ്ങൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ കുടുംബത്തിൽ വിവാഹമോചനം ഒന്നിനും പരിഹാരമല്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. കുടുംബ ബന്ധത്തിൻ്റെ ഭദ്രത ദൈവത്തിന് വളരെയധികം പ്രധാനമുള്ള ഒരു കാര്യമാണ്. അതിനാൽ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവരും കുടുംബജീവിതത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരും കുടുംബജീവിതം ദൈവം നമുക്ക് നൽകിയാൽ അതിൽ വിശ്വസ്തയോടെ വളരെ മനോഹരമായ രീതിയിൽ ദൈവം നൽകിയ തക്കതായ തുണയെ നമുക്ക് സ്നേഹിച്ച് അവരെ പരിപാലിച്ച് അവരോട് മനോഹരമായ രീതിയിൽ ഇടപെട്ട് സ്നേഹത്തോടെ വിശ്വാസ്യതയോടെ മനോഹരമായ കുടുംബജീവിതം നയിക്കുവാനും ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി തീരുവാനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയായിത്തീരട്ടെ. പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ കുറവുകളെ കണ്ട് എവിടെ നാം വീണു എന്ന് മനസ്സിലാക്കി എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു, എന്തെല്ലാം കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വന്നിട്ടുണ്ടോ ആ കുറവുകളെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഒന്ന് മാനസാന്തരത്തിനായി ഏൽപ്പിക്കാം. മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മനസ്സിനുള്ള മാറ്റം. നമ്മുടെ ജീവിതത്തെ സമൂലമായി പരിശോധിക്കുമ്പോൾ എവിടെയൊക്കെ നമുക്ക് വീഴ്ച സംഭവിച്ചു, എന്തെല്ലാം നാം വിട്ടുകളഞ്ഞ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി നാം ചേർത്ത് വെച്ച്, വീഴ്ച പറ്റിയ ഭാഗങ്ങൾ ഒരിക്കൽ കൂടി നാം പരിശോധിച്ച് അവിടെയെല്ലാം വളരെ ക്ലിയറായിട്ട് എല്ലാ കുറവുകളും തീർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവവുമായിട്ടുള്ളൊരു അഭേദ്യമായ ബന്ധത്തിലൂടെ ഒരിക്കൽ കൂടി ഊഷ്മളമായ ബന്ധം, ദൈവത്തോടുള്ള സ്നേഹം ഊട്ടി ഉറപ്പിച്ച് ദൈവസന്നിധിയിൽ മനോഹരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, അനേകരെ യേശു ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ, നമ്മുടെ ജീവിതത്തിലൂടെ അനേകർ ക്രിസ്തുവിനെ കാണുവാൻ നമ്മുടെ ജീവിതവും പ്രവൃത്തികളും കാരണമായി തീരട്ടെ. അതിനായി എൻ്റെ വാക്കുകൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.